ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ബാക്കി ഫുൾ സമയവും പണിയെടുക്കാതെ. അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ അച്ഛൻ ചെമ്മീൻ നന്നാക്കുന്നു, അമ്മ ഓക്കെ. ഇവരോടായിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ വീട്ടിൽ മത്തി വാങ്ങാറില്ലല്ലോ, പിന്നെ എന്താണിത് മത്തി? അമ്മയ്ക്ക് അമ്മയ്ക്ക് മത്തി നിന്നാൻ പൂതി ആണോ? അമ്മയാണോ? അച്ഛ അമ്മ പറഞ്ഞിട്ടാണോ അച്ഛാ മത്തി അടിച്ചേ? ഓ അച്ഛൻ എന്താ അച്ഛൻ നന്നാക്കുന്നേ? ചെമ്മീൻ. ഓഹോ കൊഞ്ച്. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ വെക്കാൻ പോകുന്ന കറികൾ ഇതൊക്കെയാണ് ഗൈസ്. മത്തി ഇവിടെ വേടിക്കില്ലാത്ത കറിയാണ്. കറിയാണ്. അമ്മയ്ക്ക് ചെമ്മീൻ വേണ്ട. ഓക്കെ, അമ്മയ്ക്ക് ചെമ്മീൻ വേണ്ടാത്തതുകൊണ്ട് അമ്മ മത്തി മേടിച്ചിരിക്കുന്നു. അച്ഛൻ എന്താ മൗനവ്രതത്തിലാണോ? അച്ഛൻ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. അച്ഛാ വിശന്നിട്ടാണോ? അതോ കൊല്ലത്ത് ഇതിനേക്കാളും നല്ല ചെമ്മീൻ കിട്ടുമെന്നുള്ള വിശ്വാസം കൊണ്ടാണോ? ഓ, ചാവാത്ത കൊഞ്ച് കിട്ടുന്നുണ്ടോ? അതെ. എന്തൊരു സ്പെഷ്യലൈസ്ഡ് ആണല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ അച്ഛനും അമ്മയും ഒരുമിച്ച് പാചകം ചെയ്യാറുണ്ടോ എന്ന് പറയൂ ഗൈസ്. അമ്മ ഇങ്ങനെ ആലോചിക്കുക, ഇതെന്നും നടക്കുന്ന സംഭവം ഒന്നല്ലല്ലോ അതല്ലേ. അച്ഛാ ഇന്നിവിടെ കൊഞ്ചിന് എത്ര വില? 360. മത്തിക്കോ? 80 രൂപ. അതെ ഗൈസ്, മത്തിക്കും ചെമ്മീനൊക്കെ വില കൂടിയിരിക്കുന്നു. ഇത് രണ്ട് കറി വെക്കുക, പൊരിക്കുന്നില്ല. ചെമ്മീൻ പൊരിക്കാമെന്നൊക്കെ പറയുന്നു ഗൈസ്. അപ്പൊ ഈ അടുപ്പത്ത് എന്താ ഉള്ളത്? അടുപ്പത്ത് അമ്മേ ഇതപ്പോ എന്താ? ഇതിനകത്ത് ഇതൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഓ, മീനൊക്കെ നന്നാക്കുമ്പോഴത്തേനും കറി അടുപ്പത്ത്, പക്ഷെ ഇതിനകത്ത് മീനില്ല. ഓ, സമയം കുറേ ആയതുകൊണ്ട് ഒരു പ്രത്യേക തരം കുക്കിംഗ് ആണ് ഗൈസ് നമ്മൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണോ, മീനില്ലാതെ എങ്ങനെ മീൻ കറി വെക്കാം, അതാണ് ഇന്നത്തെ കുക്കിങ്ങിൻ്റെ സ്പെഷ്യൽ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ ഗൈസ്. അപ്പം ഞാൻ എവിടെയെങ്കിലും പോയാലോ? കണ്ടപ്പോൾ വന്നോ അറിയില്ല. അപ്പം ഞാൻ എവിടെയെങ്കിലും പോയാലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പോകുന്നതിനെ പറ്റി? അച്ഛാ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാലോ? അതാ നല്ലത്. അമ്മയ്ക്ക് എന്താ പറയാനുള്ള അമ്മ? അത് അമ്മയും പറഞ്ഞു പോയിക്കോന്ന്. ഇന്നിവിടെ മഴക്കാറൊക്കെയാണ്. ഇല്ല, ഞാൻ പോവാ. ഞാൻ ഇന്ന് മല കയറാൻ പോവാ. ഏതെങ്കിലും മല കയറാൻ പോവാ. മഴയൊന്നുമില്ലല്ലോ. പെയ്യോ അച്ഛാ? എന്താ രാജീവ് പണിക്കർ പറയൂ. രാജീവ് പണിക്കറുടെ പ്രഡിക്ഷൻ പ്രകാരം ഇന്ന് മഴ പെയ്യോ? ഓ, പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. വലിയൊരു ആള് വരാനുണ്ട്, വൈകുന്നേരം വരുള്ളൂ. അപ്പോ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആണ്, വലിയ സെലിബ്രിറ്റി. ഓക്കെ, അപ്പോൾ ഇനി കറിയൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കട്ടെ. നോക്കട്ടെ, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ പോകും.